പിന്നെ സയൻസ് സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. മക്കളെ, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് SSLC ഫിസിക്സിലെ രണ്ടാമത്തെ പാഠഭാഗം വൈദ്യുതിയുടെ കാന്തിക ഫലം, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് നിഷാദ്. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സുകൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പാർട്ടായ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബാർ കാന്തവും ഒരു വൈദ്യുത കാന്തവും അഥവാ ഒരു ബാർ മാഗ്നറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോളിനോയിഡിലൂടെ കറന്റ് കടന്നു പോകുന്ന സമയത്ത് ആ സോളിനോയിഡിന് ചുറ്റിനുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്രകാരമായിരിക്കും? അതുപോലെ തന്നെ ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ കറന്റ് കടന്നു പോകുന്ന സമയത്ത് അതിനു ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ, കാന്തിക മണ്ഡലം എപ്രകാരമായിരിക്കും? അതുമൂലം വരുന്ന 2 ലോകളുണ്ട്. ക്ലർക്സ് മാക്സ്വെല്ലിന്റെ വലംപിരി സ്ക്രൂ നിയമം അഥവാ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമായി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ബാർ കാന്തവും എന്താണ് വൈദ്യുത കാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. എന്താണ് മക്കളെ ഈ ബാർ കാന്തം എന്ന് പറഞ്ഞാൽ? ഇതാ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. മണ്ണിൽ നിന്ന് നേരിട്ട് കുഴിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥിരം കാന്തമായിട്ടുള്ള, എല്ലാ കാലത്തും കാന്തമായിട്ട് തന്നെ നിലകൊള്ളുന്ന ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ ബാർ കാന്തങ്ങൾ അഥവാ ബാർ മാഗ്നറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൽ ഒരു N എന്നൊരു ഭാഗവും S എന്ന ഒരു ഭാഗവും നിങ്ങൾക്ക് കാണാം. ഇതിൽ N എന്ന ഭാഗം നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവം എന്നും S എന്ന ഭാഗം സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവം എന്ന് വിശേഷിപ്പിക്കും. സൗത്ത് പോൾ മീൻസ് തെക്കേ അറ്റം, നോർത്ത് പോൾ മീൻസ് വടക്കേ അറ്റം. നമ്മൾ ഏതൊരു വീടിനും 2 ദിശകൾ ഉണ്ടാവുമല്ലോ, തെക്ക് വടക്ക് എന്ന് പറയുന്നത് പോലെ. എന്നതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കാന്തത്തെ ഒന്ന് ഒരു നൂലിൽ കെട്ടി തൂക്കി നോക്കി കഴിഞ്ഞാൽ, കറക്കി കഴിഞ്ഞാൽ എപ്പോഴും വന്ന് നിൽക്കുന്നത്, നിശ്ചലമായി വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു വശം എപ്പോഴും തെക്കോട്ടേക്കും മറുവശം എപ്പോഴും വടക്കോട്ടേക്കും തിരിഞ്ഞിട്ടാണ് നിൽക്കുക. ഇതിൽ തെക്കോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കുന്നത്. വടക്കോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവം എന്ന് വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിൽ 2 പോളുകളുണ്ട് അഥവാ 2 ധ്രുവങ്ങളുണ്ട്, 2 അറ്റങ്ങളുണ്ട്, 2 ദിക്കുകളുണ്ട്. ഏതൊക്കെ? നോർത്തും സൗത്തും. നോർത്ത് മീൻസ് ഉത്തര ധ്രുവം, സൗത്ത് മീൻസ് ദക്ഷിണ ധ്രുവം. നോർത്ത് മീൻസ് ഉത്തര ധ്രുവം, സൗത്ത് എന്ന് പറഞ്ഞാൽ ദക്ഷിണ ധ്രുവം. നമ്മൾ പഠിച്ചു, ഏതൊരു കാന്തം എടുത്തു കഴിഞ്ഞാലും അതിന്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ധാരാളം കാന്തിക ബലരേഖകൾ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് പാസിംഗ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും പരസ്പരം കൂട്ടിമുട്ടാറില്ല. ഇനി നമ്മൾ വരച്ച സമയത്ത് എവിടെയെങ്കിലും കൂട്ടിമുട്ടിയതായിട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചതിലുള്ള മിസ്റ്റേക്ക് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒരു ബാർ കാന്തം എന്ന് പറഞ്ഞാൽ. ഇത് എല്ലാ കാലത്തും സ്ഥിരം കാന്തങ്ങൾ തന്നെയാണ്. ഇത് എല്ലാ കാലത്തും കാന്തങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ സ്ഥിരകാന്തം എന്ന് മലയാളത്തിൽ പറയാറുള്ളത്. പറയുന്ന മറ്റൊരു പേരാണ് സ്ഥിരകാന്തം അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ്. എന്നാൽ ഇത്തരം കാന്തങ്ങൾ അല്ലാതെ മനുഷ്യൻ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചെടുക്കാറുമുണ്ട് കാന്തങ്ങൾ. അത്തരം കാന്തങ്ങളാണ് വൈദ്യുത കാന്തങ്ങൾ. പേരിൽ തന്നെയുണ്ട് വൈദ്യുത കാന്തം. വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് ഇത്തരം കാന്തങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത്. വളരെ ഈസിയാണ്, ആർക്കും നമുക്ക് നിർമ്മിക്കാം. വളരെ കുറച്ച് സാമഗ്രികൾ മാത്രമുണ്ട് എങ്കിൽ ഇത്തരം വൈദ്യുത കാന്തങ്ങൾ നിഷ്പ്രയാസം ആർക്കും ഉണ്ടാക്കിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു ചെമ്പ് കമ്പി ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. മക്കളെ നേരെ ശ്രദ്ധിക്കണേ. ഒരു ചെമ്പ് കമ്പി, ഒരു ആണി, 2 ബാറ്ററി, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഒരു വൈദ്യുത കാന്തം നിർമ്മിക്കാൻ. എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഒരു ചെമ്പ് കമ്പി, ഒരു ബാറ്ററി, അതുപോലെ തന്നെ ഒരു ആണി. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു വൈദ്യുത കാന്തം നിർമ്മിക്കാം. നിങ്ങൾ വിചാരിക്കുക, ഇതൊരു ഇരുമ്പാണിയാണ്.
ഇതെന്താണ്? ഒരു ഇരുമ്പാണിയാണ്. ഈ ഇരുമ്പാണിയാണ് ഞാൻ ഇത് അവിടെ വെച്ചിട്ടുള്ളത്. ഈ ഇരുമ്പാണി ഞാൻ ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഇരുമ്പാണി എന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. ഈ ഇരുമ്പാണിക്ക് ചുറ്റിലും ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റാണ്. ഈ തല മുതൽ ഈ തല വരുന്ന ചുറ്റുകയാണ്. ചുറ്റി. എന്നിട്ട് അതിന്റെ രണ്ടറ്റത്ത് 2 ബാറ്ററി ബന്ധിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ചാലകത്തിലൂടെയും കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ആ ചാലകത്തിന് ചുറ്റിലും ഒരു കാന്തിക മണ്ഡലം അഥവാ ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്ന 2 സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ സ്ഥലം കാന്തത്തിന് ചുറ്റുഭാഗമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥലം നമ്മൾ പഠിച്ചിരുന്നു, അതൊരു കറണ്ട് കടന്നു പോകുന്ന ചാലകത്തിന്റെ ചുറ്റിലുമാണ്. ഇതൊരു ഇരുമ്പാണിയാണ്. ഇരുമ്പാണി, അയൺ കോർ. ഇരുമ്പാണി, ഇരുമ്പാണി അല്ലെങ്കിൽ ഇരുമ്പ് കമ്പി. ഇത് ബാറ്ററിയാണ്. ഇതൊരു ചെമ്പ് കമ്പിയുമാണ്. ചെമ്പ് കമ്പി, കോപ്പർ വയർ, CU, കോപ്പർ വയർ. കോപ്പർ വയർ അഥവാ ചെമ്പ് കമ്പിയുമാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ഇരുമ്പാണിക്ക് ചുറ്റിലും ഞാനൊരു ചെമ്പ് കമ്പി ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അതിലൂടെ ബാറ്ററി ഉപയോഗിച്ച് കറന്റിനെ കടത്തി വിടുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ചാലകത്തിലൂടെയും കറന്റ് കടന്നു പോകുന്ന സമയത്ത് ആ ചാലകത്തിന് ചുറ്റിലും ഒരു കാന്തിക മണ്ഡലം, ഒരു കാന്തിക ബലരേഖകൾ രൂപപ്പെടും. ആ കാന്തിക ബലരേഖകൾ ഇങ്ങനെയായി. കാണുന്നുണ്ടോ? ആ കാന്തിക ബലരേഖകൾ ഇങ്ങനെയായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കാന്തിക ബലരേഖകളെല്ലാം ഈ ഇരുമ്പാണിയിലൂടെ, ഈ അയൺ കോറിനകത്തുകൂടെ കയറി കടന്നു പോകുന്നതിനാൽ ഈ ഇരുമ്പാണി കണ്ടോ, ഈ അയൺ കോർ ഇതൊരു കാന്തായിട്ട് മാറും. കാന്തായിട്ട് മാറുന്ന വസ്തുത ഏതാണ്? ഇതൊരു ഇരുമ്പാണിയാണ് കാന്തായിട്ട് മാറുന്നത്. ചെമ്പ് കമ്പി അല്ല കേട്ടോ. ഇതിൽ കാന്തമായി മാറുന്ന വസ്തു ഈ ഇരുമ്പാണിയാണ്. ഈ ഇരുമ്പാണിയുടെ അടുത്തേക്ക് നമ്മൾ ചെറിയ മൊട്ടുസൂചിയൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് എങ്കിൽ ആ മൊട്ടുസൂചി ഈ ഇരുമ്പാണിയിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കമ്പിച്ചുരുളിലൂടെ, എന്തിലൂടെ? കമ്പിച്ചുരുളിലൂടെ. കമ്പിച്ചുരുളിൽ പറയുന്ന മറ്റൊരു പേരാണ് സോളിനോയിഡ്. കമ്പിച്ചുരുള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കമ്പിച്ചുരുള്. വെറുതെ ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് ഈ മാർക്കറിന് പുറത്ത് ഇങ്ങനെ ചുറ്റാം, ഇവിടുന്ന് മുതൽ ഇതുവരെ ചുറ്റാം. എന്നിട്ട് ആ ചെമ്പ് കമ്പിച്ചുരുളിനെ പുറത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മാർക്കറിനെ മാത്രം വലിച്ചൂരി പുറത്തേക്ക് എടുത്താൽ നമ്മുടെ വലത്തെ കയ്യിൽ എന്താണ് രൂപപ്പെട്ട് കിട്ടുന്നത്? ആ വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. പച്ച മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? കമ്പിച്ചുരുൾ എന്ന് പറയാം. വേറെയും ഒരുപാട് വാക്കുകൾ ഉണ്ട് കേട്ടോ. ഇൻഡക്ടർ, ഇംഗ്ലീഷിലും ഇൻഡക്ടർ എന്ന് തന്നെയാണ് പറയാം. ഇൻഡക്ടർ, കോയിൽ, അതുപോലെ തന്നെ ഇൻഡക്ടർ, കോയിൽ, കമ്പിച്ചുരുള്, സോളിനോയിഡ്, ഇതെല്ലാം ഈ വസ്തുവിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച വസ്തു ഇങ്ങനെ തന്നെയായിരിക്കും. ഈ വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ് അഥവാ കമ്പിച്ചുരുൾ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് നമുക്കറിയാം, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് കറണ്ട് പുറപ്പെടുക. കറണ്ട് പോയി 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 സഞ്ചരിച്ച അവസാനം അത് നെഗറ്റീവ് ടെർമിനലിലേക്ക് തിരിച്ചെത്തും. ഇങ്ങനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുതി അഥവാ കറന്റ് ഈ സോളിനോയിഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് സോളിനോയിഡിന് ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ ഈ ആണിയിലൂടെ കയറി പോകുന്നതിനാലാണ് ഈ ആണി ഒരു കാന്തായിട്ട് മാറുന്നത്. ഇങ്ങനെ, നേരെ ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഒരു സോളിനോയിഡിലൂടെ, നേരെ ശ്രദ്ധിക്കണം, ഒരു സോളിനോയിഡിലൂടെ ഏത് കറന്റ്? ബാറ്ററി കറന്റ്. നേരെ ശ്രദ്ധിച്ചോ, കറന്റ് തന്നെ ഒരുപാട് വിഭാഗമുണ്ട്. AC കറന്റ്, DC കറന്റ്, ബാറ്ററി കറന്റ്. ഒരു സോളിനോയിഡിലൂടെ DC കറന്റ് അതല്ലെങ്കിൽ ബാറ്ററി കറന്റ് കടത്തിവിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഇത്തരം താൽക്കാലിക കാന്തങ്ങളെ വിളിക്കുന്ന പേരാണ് വൈദ്യുത കാന്തം. എന്താ പറഞ്ഞത്? ഒരു സോളിനോയിഡിലൂടെ ഏത് കറന്റ്? ഏത് കറന്റ്? DC കറന്റ്. ഏത് കറന്റ്? DC കറന്റ് അല്ലെങ്കിൽ ബാറ്ററി കറന്റ്. DC കറന്റ് എന്താണ്, ബാറ്ററി കറന്റ് എന്താണ്, AC കറന്റ് എന്താണ് എന്നതൊക്കെ നിങ്ങൾ അടുത്ത ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, 3ാമത്തെ ചാപ്റ്റർ വൈദ്യുത കാന്തിക പ്രേരണം. അതിൽ വിശദമായി പഠിക്കുന്നുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ശ്രദ്ധിച്ചോളൂ, ഒരു സോളിനോയിഡിലൂടെ DC കറന്റ് അല്ലെങ്കിൽ ബാറ്ററി കറന്റിനെ കടത്തിവിട്ട്, DC മീൻസ് ബാറ്ററി കറന്റ്,
DC means DC കറന്റ്. ഒരു സോളിനോയിഡിലൂടെ ബാറ്ററി കറന്റോ അല്ലെങ്കിൽ DC കറന്റോ കടത്തിവിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഇത്തരം താൽക്കാലിക കാന്തങ്ങളാണ്. താൽക്കാലിക കാന്തങ്ങളാണ്. എന്തുകൊണ്ടാണ് താൽക്കാലിക കാന്തം എന്ന് പറയാൻ കാരണം, ഇത് കറന്റ് കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് മാത്രമേ കാന്താവുള്ളൂ. സ്വിച്ച് ആൻഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് സാധാരണ രൂപത്തിൽ പച്ചിരുമ്പ് കമ്പി അല്ലെങ്കിൽ ഇരുമ്പ് കമ്പിയും ചെമ്പ് കമ്പിയും ഒക്കെ ആയിട്ട് മാറും. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത് താൽക്കാലിക കാന്തമാണ്, ടെമ്പററി മാഗ്നറ്റ് ആണ്. എല്ലാ കാലത്തൊന്നും കിട്ടൂല, ബാറ്ററിയിലെ ചാർജ് കഴിയുന്ന വരെ കിട്ടുള്ളൂ. പറഞ്ഞു വന്ന കാര്യം നേരെ ശ്രദ്ധിച്ചോളൂ. ഇത്തരം താൽക്കാലിക കാന്തങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വൈദ്യുത കാന്തം. ഡെഫിനിഷൻ നേരെ മനസ്സിലാക്കി വെക്കുക. എന്താണ് വൈദ്യുത കാന്തം? ഒരു സോളിനോയിഡിലൂടെ DC കറന്റിനെ കടത്തിവിട്ട് നാം നിർമ്മിക്കുന്ന ഇത്തരം താൽക്കാലിക കാന്തങ്ങളാണ് വൈദ്യുത കാന്തങ്ങൾ. Electromagnets are temporary magnets. English medium definition ശ്രദ്ധിച്ചോളൂ. Electromagnets are temporary magnets. Temporary means താൽക്കാലികം. എങ്ങനെ? Temporary magnets എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക? Which produced by passing ഏത് കറന്റ്? DC കറന്റ് അല്ലെങ്കിലോ ബാറ്ററി കറന്റ്. Which produced by passing DC കറന്റ് അല്ലെങ്കിൽ ബാറ്ററി കറന്റ് through എന്തിലൂടെ? Through a solenoid. ഒരു സോളിനോയിഡിലൂടെ DC കറന്റിനെ കടത്തിവിട്ട് നാം നിർമ്മിക്കുന്ന ഇത്തരം താൽക്കാലിക കാന്തങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോമാഗ്നറ്റ്. ഡെഫിനിഷൻ അവർക്ക് മനസ്സിലായല്ലോ. ഇലക്ട്രോമാഗ്നറ്റ്സ് ആർ ടെമ്പററി മാഗ്നറ്റ്സ്. എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? വിച്ച് മേക്ക് ബൈ പാസിംഗ് DC കറന്റ് എന്തിലൂടെ? ത്രൂ എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിലൂടെ DC കറന്റിനെ കടത്തിവിട്ട് നാം നിർമ്മിക്കുന്ന ഇത്തരം താൽക്കാലിക കാന്തങ്ങളെ പേരിട്ട് വിളിക്കുന്നതാണ് എന്ത്? വൈദ്യുത കാന്തം. ഇനി എന്തൊക്കെയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റും ഒരു ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഒരു ബാർ മാഗ്നറ്റും ഒരു വൈദ്യുത കാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് കോളം ഞാൻ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ ബാർ മാഗ്നറ്റിനെ സൂചിപ്പിക്കാൻ BM എന്ന് വിശേഷിപ്പിക്കുന്നു. BM മീൻസ് ബാർ മാഗ്നറ്റ്. രണ്ടാമത്തെ കോളത്തിൽ ഇലക്ട്രോമാഗ്നറ്റ് അഥവാ വൈദ്യുത കാന്തം ഇലക്ട്രോമാഗ്നറ്റ് EM എന്നും സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ബാർ മാഗ്നറ്റ് മണ്ണിൽ നിന്ന് അങ്ങനെ കുഴിച്ചെടുക്കുന്നതാണ്. അത് സ്ഥിര കാന്തങ്ങളാണ്. എല്ലായ്പ്പോഴും ഒരേ വലുപ്പത്തിലുള്ള കാന്തങ്ങളെ കിട്ടുള്ളൂ. അതൊരു സ്ഥിര കാന്തങ്ങളാണ്. സ്ഥിരം എല്ലാ കാലത്തും കാന്തങ്ങളായിട്ട് തന്നെ നിൽക്കാം. ഇതിന് വേറെ വസ്തുക്കളാക്കിയിട്ട് മാറ്റാനൊന്നും പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഥിര കാന്തമാണ് എന്ന് വിശേഷിപ്പിക്കാം. സ്ഥിര കാന്തം ഇംഗ്ലീഷിൽ പെർമനന്റ് മാഗ്നറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ് അഥവാ സ്ഥിര കാന്താണ്. എന്നാൽ ഇത് സ്ഥിര കാന്താണ്. ഇത് എല്ലാ കാലത്തും സ്ഥിരമായിട്ട് കാന്തങ്ങളാക്കി നിർത്താനൊന്നും പറ്റൂല. ബാറ്ററിയുടെ ആയുസ് അല്ലെങ്കിൽ ബാറ്ററി കഴിയണ വരെ അത് ഉണ്ടാവുള്ളൂ. പിന്നെ പുതിയ ബാറ്ററി കൊണ്ടുവരണം. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത് സ്ഥിരമായിട്ട് കാന്തങ്ങളായിട്ട് നിർത്താൻ പറ്റില്ല. തൽക്കാല ആവശ്യത്തിന് താൽക്കാലികമായിട്ടാണ് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു താൽക്കാലിക കാന്തമാണ്. താൽക്കാലികം ഇംഗ്ലീഷിൽ എന്ന് പറയാം ടെമ്പററി മാഗ്നറ്റ്. ടെമ്പററി മാഗ്നറ്റ് താൽക്കാലിക കാന്തം. ഇതൊരു താൽക്കാലിക കാന്തമാണ്. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റ് എന്നത് സ്ഥിര കാന്തമാണ്. അതൊരു വ്യത്യാസമാണ്. രണ്ടാമത്തെ വ്യത്യാസം നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞത് മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ്. ഇരുമ്പ്, അലുമിനിയം, ചെമ്പ് പോലുള്ള ബോക്സൈറ്റ് പോലുള്ള അയിരുകളൊക്കെ കുഴിച്ചെടുക്കുന്നത് പോലെ ഇത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വലിയ പെരുവരുത്ത കാന്തങ്ങളൊന്നും കുഴിച്ചെടുക്കാൻ കിട്ടൂല. ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്തരം വലിയ കാന്തങ്ങൾ, ഇത്തരം ബാർ മാഗ്നറ്റുകൾ ഇപ്പോഴൊരു വലുപ്പത്തിനൊരു പരിധിയുണ്ട്. വലിയ കാന്തങ്ങളൊന്നും ഒരിക്കലും മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് കിട്ടൂല. അതിന് കിട്ടുന്ന ഒരു വലുപ്പത്തിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വലിയ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ബാർ മാഗ്നറ്റ് പരിമിതിയുണ്ട്. വലിയ കാന്തങ്ങൾ കിട്ടുവാനുള്ള പരിമിതി, ലഭിക്കുവാനുള്ള പരിമിതി അല്ലെങ്കിൽ ഉണ്ടാക്കുവാനുള്ള പരിമിതി, ലഭിക്കുവാൻ പരിമിതിയുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? there has a limitation. എന്തിനാണ് ലിമിറ്റേഷൻ? ടു പ്രൊഡ്യൂസ് ബിഗ് മാഗ്നറ്റ്. വലിയ കാന്തങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ വലിയ കാന്തങ്ങൾ ലഭിക്കുവാൻ പരിമിതിയുണ്ട്. എന്നാൽ ഇപ്പുറത്ത് നോക്കൂ, എത്ര വലിയ കാന്തം വേണമെങ്കിലും നമുക്ക് ഉണ്ടായിക്കൂടെ? വലിയൊരു ആണി അല്ലെങ്കിൽ വലിയൊരു കമ്പി കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്തൊക്കെ കമ്പി ചുരുൾ ചുറ്റിയിട്ട് ഒരു ബാറ്ററിക്കൊക്കെ പകരം ജനറേറ്റർ തന്നെയാണ് വെച്ചു കൊടുത്തിട്ട് നമുക്ക് കാന്താക്കിക്കൂടെ? എത്ര വലിയ കാന്തം വേണമെങ്കിലും ഇത്തരം വൈദ്യുത കാന്തങ്ങൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാം. അതിനൊരു പരിമിതി ഇല്ല. There is no limitation to produce big magnet. അങ്ങനെ പറഞ്ഞാൽ എന്താ? വലിയ കാന്തങ്ങൾ നിർമ്മിക്കാൻ പരിമിതിയില്ല.
പിന്നെ ശ്രദ്ധിച്ചോളൂ, ഇത്തരം ബാർ കാന്തങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് കാലപ്പഴക്കം കഴിയും തോറും ഇതിന്റെ കാന്തിക ശക്തി കുറേശ്ശെയായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. കാലപ്പഴക്കം കൂടുന്തോറും കാന്തശക്തി കുറഞ്ഞു വരും. ആരുടെ? ബാർ മാഗ്നറ്റിന്റെ കാന്തിക ശക്തി കുറയുന്നു. Magnetic power decreases gradually. എന്നാൽ ഇതിന്റെ കാന്തിക ശക്തി ഒരിക്കലും കുറയൂല. ഇനി കുറഞ്ഞാൽ തന്നെ നമുക്ക് കൂട്ടുകയും ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ബാറ്ററിന്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്താൽ മതി. ഇതിന്റെ എത്ര വലിയ കാന്തിക ശക്തി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് പറയാം, ഇലക്ട്രോമാഗ്നറ്റിന്റെ കാന്തിക ശക്തി ഒരിക്കലും കുറയുന്നില്ല. ഇനി കുറഞ്ഞാലും വി ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് മാഗ്നറ്റിക് പവർ. നമുക്ക് അതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരം ബാർ മാഗ്നറ്റിന്റെ കാന്തിക ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കോ? വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. അത് നമുക്ക് മറ്റൊരു വ്യത്യാസമായിട്ട് പറയാം. അപ്പോൾ 4 വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇത് സ്ഥിരം കാന്തങ്ങളായിട്ട് തന്നെയാണ്, വേറെ വസ്തുക്കളാക്കിയിട്ടോ ഇതിനെ മാറ്റാൻ പറ്റൂല. എന്നാൽ ഇത് സ്ഥിരം കാന്തങ്ങളല്ല, വേറെ വസ്തുക്കളൊക്കെ ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. ചെമ്പ് കമ്പിയായിട്ടും അലുമിനിയം കമ്പിയായിട്ടും ഇത് കേടന്നു കഴിഞ്ഞാൽ മറ്റു പല വസ്തുക്കളൊക്കെ ആയിട്ട് ഇത് വീണ്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത് സ്ഥിരം കാന്തങ്ങളല്ല, ഇത് താൽക്കാലിക കാന്തങ്ങളാണ്. താൽക്കാലിക കാന്തമാണ് അഥവാ ടെമ്പററി മാഗ്നറ്റ് ആണ്. മാത്രമല്ല, ഇത്തരം കാന്തങ്ങൾ, ബാർ മാഗ്നറ്റുകൾ ഉപയോഗിച്ച് വലിയ കാന്തങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. ഇത്തരം ബാർ മാഗ്നറ്റ് ഉപയോഗിച്ച് വലിയ കാന്തങ്ങൾ നിർമ്മിക്കാൻ പരിമിതിയുണ്ട്. There has a limitation to produce big magnet. എന്നാൽ വൈദ്യുതകാന്തം ഉപയോഗിച്ച് എത്ര വലിയ കാന്തങ്ങളും വേണമെങ്കിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാം. മൂന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം, ഇതിന്റെ കാന്തിക ശക്തി കാലപ്പഴക്കം കൂടുന്തോറും കുറഞ്ഞു വരും. The power of this magnet will be decreases gradually. എന്നാൽ ഒരിക്കലും ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ ശക്തി കാലപ്പഴക്കം കൂടുന്നതിനനുസരിച്ച് കുറയൂല മക്കളെ. ഇനി കുറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ പവർ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും. വി ക്യാൻ ഇൻക്രീസ് ദി പവർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്. എന്നാൽ നമുക്ക് ബാർ കാന്തത്തിന്റെ പവർ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ബാർ കാന്തത്തിന്റെ ശക്തി കുറഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ഇതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റും ഒരു ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ കാന്തിക ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഇതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കുക? വാട്ട് ആർ ദി മെത്തേഡ്സ് ടു ഇൻക്രീസ് ദി പവർ ഓഫ് മാഗ്നറ്റ്? കാന്തിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. കാന്തിക ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കുക നമുക്ക് നോക്കാം. അവിടെ എത്ര ബാറ്ററി ഉണ്ട്? 1, 2. 2 ബാറ്ററിയാണ്. 2 ബാറ്ററി ഉണ്ടാകുമ്പോഴാണോ 10 ബാറ്ററി ഉണ്ടാകുമ്പോഴാണോ ഇതിൽ കൂടുതൽ കറന്റ് കടന്നു പോവുക അഥവാ കൂടുതൽ കാന്തിക ബലരേഖ ഉണ്ടാകുക? 10 ബാറ്ററി ഉണ്ടാകുമ്പോഴാണ്. ഇറ്റ് മീൻസ് 10 ബാറ്ററി വെക്കുന്ന സമയത്ത് ഇതിന്റെ കുറച്ചുകൂടെ കാന്തിക ശക്തി കൂടും. ചുരുക്കി പറഞ്ഞാൽ ഇതിലെ ബാറ്ററിയുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കറന്റിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ മതി. ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് കറന്റ്. ബാറ്ററിയുടെ എണ്ണം കൂടുമ്പോൾ ഇതിലെ കറന്റ് അല്ലേ കൂടുന്നത്? അപ്പൊ ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് കറന്റ്. കറന്റ് വർദ്ധിപ്പിക്കുക, കടത്തിവിടുന്ന കറന്റിന്റെ അളവ് വർദ്ധിപ്പിക്കുക. കടത്തിവിടുന്ന കറന്റ് വർദ്ധിപ്പിക്കുക. പിന്നെന്താ ചെയ്യാൻ പറ്റുക അതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ? പറയൂ, ഇതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്ത് ചെയ്താൽ മതി? ഈ ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മതി. ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മതി. വി ക്യാൻ ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ്. ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും ഇതിന്റെ കാന്തിക ശക്തി നമുക്ക് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, വേണമെങ്കിൽ പഠിച്ചാൽ മതി. 2 പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ കമ്പിച്ചുരുളിന്റെ വണ്ണം കണ്ടോ? ഈ വണ്ണം, ഇതൊക്കെ വണ്ണം കുറവുള്ള നൈസായിട്ടുള്ള, വണ്ണം നേർത്തതായിട്ടുള്ള ചെമ്പ് കമ്പി ഉപയോഗിച്ചാൽ മതി. വണ്ണം കുറവുള്ള, ഇറ്റ് മീൻസ് റേഡിയസ് കുറവുള്ള
ചെമ്പ് കമ്പികളാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാലും ഇതിന്റെ കാന്തിക ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പവർ അഥവാ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ പ്രധാനമായിട്ടും 2 മാർഗങ്ങളാണ്. ഏതൊക്കെയാണ്? ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് കറന്റ്, ബാറ്ററിയുടെ എണ്ണം അല്ലെങ്കിൽ കറന്റിന്റെ അളവ് കൂടുതലാക്കിയാൽ മതി, കൂട്ടിക്കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലുള്ള ഈ ചുരുളുകളുടെ എണ്ണം, സോളിനോയിഡിന്റെ അഥവാ കമ്പിച്ചുരുളിന്റെ ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചാലകത്തിലൂടെയും ചുറ്റിലുള്ള കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ എപ്രകാരമായിരിക്കും എന്നതാണ്. അതിലേക്ക് വരാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സോളിനോയിഡിന് ചുറ്റിലുള്ള കാന്തിക ബലരേഖകൾ അത് എപ്രകാരമായിരിക്കും എന്നതാണ്. ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന് ചുറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അത് കാണാൻ എപ്രകാരമാണ് ഉണ്ടാക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നത് കാണാൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാകും. ഇതാണ് ഒരു ബാർ മാഗ്നറ്റ്. ഇതിന്റെ ധ്രുവങ്ങളാണ് നോർത്ത്, സൗത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു കാലത്തിന്റെയും നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവത്തിൽ നിന്നും സൗത്ത് പോൾ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിലേക്ക് കാന്തിക ബലരേഖകൾ ഇങ്ങനെ സഞ്ചരിക്കും. ഇതൊരു ബാർ മാഗ്നറ്റിന് ചുറ്റിലുള്ള കാന്തിക ബലരേഖകളാണ് എന്ന് നമുക്കറിയാം. ചോദ്യം അതല്ല, ഒരു സോളിനോയിഡിന് ചുറ്റിലുള്ള കാന്തിക ബലരേഖകൾ എപ്രകാരമായിരിക്കും എന്നതാണ്. എന്താണ് ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ? സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കമ്പിച്ചുരുൾ. ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് മാർക്കറിന്റെ പുറത്ത് ഇങ്ങനെ ചുറ്റുക, ഈ തല മുതൽ ഈ തല. എന്നിട്ട് ആ ചെമ്പ് കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ മാർക്കറിനെ മാത്രം വലിച്ചൂരി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താണോ ലഭിക്കുന്നത് ആ സാധനത്തിന് പറയുന്ന പേരാണ് സോളിനോയിഡ്. പച്ച മലയാളത്തിൽ നമുക്ക് അതിനെ കമ്പിച്ചുരുൾ എന്ന് വിശേഷിപ്പിക്കാം. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച കമ്പിച്ചുരുള് കാണാൻ ഏകദേശം ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കമ്പിച്ചുരുളിലൂടെ ഞാൻ ബാറ്ററിയിൽ നിന്നുള്ള കറന്റിനെ കടത്തിവിടുകയാണ്. നമുക്കറിയാം, ബാറ്ററിക്ക് വലിയ ഒരു വരയുണ്ട്, ചെറിയ ഒരു വരയുണ്ട്. വലിയ വരയെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ചെറിയ വരയെ നെഗറ്റീവ് ടെർമിനൽ എന്നും സൂചിപ്പിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ആര് കടന്നു വരുന്നു? കറന്റ് കടന്നു വരുന്നു. ഇങ്ങനെ കയറി ഇപ്പുറത്ത് കൂടെ വന്ന് ഇപ്പുറത്ത് കൂടെ പോയി അങ്ങനെ 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 കറന്റ് ഇവിടെ ഇതിനെ ഇങ്ങനെ കടന്നു പോകുന്നു. ഇതിപ്പോ സോളിനോയിഡ് ഇങ്ങനെ നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. എന്നാ ശ്രദ്ധിച്ചോ, ഞാൻ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് സോളിനോയിഡിനെ ഇങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇങ്ങനെ നോക്കുമ്പോഴല്ലേ ഫുള്ളായിട്ട് കാണുള്ളൂ. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടുന്ന് നോക്കിയാൽ എന്താ കാണുക? എന്താണ് കാണുക? ഒരു വൃത്തം അല്ലേ? അല്ലേ? ഇങ്ങനൊരു വട്ടം കാണാം. ആ വട്ടത്തിന്റെ പുറകിൽ വേറെയും കുറെ വട്ടങ്ങൾ, വലിയൊരു ഓവിന്റെ പൈപ്പ് പോലെ കാണും. ശരിയല്ലേ? ശരിയല്ലേ? ആ, ഇത് കൂടെ ഇങ്ങനെ കറന്റ് വരുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് തൊട്ട കറന്റ് ഇങ്ങനെ 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 കടന്നു വരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കൂടെ ഇങ്ങനെ നോക്കുമ്പോ കണ്ടോ, ദാ ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് കറന്റ് ദാ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ കാണാം, കറന്റ് ഇങ്ങനെ പോണത് ഇങ്ങനെ കാണാം. ഇതാണ് സോളിനോയിഡിന്റെ ചുറ്റിലുള്ള കറന്റിന്റെ ദിശ. കാരണം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറന്റ് ഇങ്ങനെ പോവാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, തന്നെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഇത് നമ്മൾ കറന്റിന്റെ ദിശയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ് ഇങ്ങനെ. ഇനി പറയുന്ന കാര്യം അതല്ല, നേരെ ശ്രദ്ധിച്ചോ. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റിലുള്ള കാന്തിക ബലരേഖകൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് കടന്നു പോവുക എന്നതുപോലെ കറന്റ് കടന്നു പോവുക പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്നതുപോലെ കാന്തിക ബലരേഖയും ഇങ്ങനെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന പോലെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കേട്ടോ, മനസ്സിലായിക്കോളൂ. ഇതാണ് അതിന് ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖ. അപ്പോ ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഒരു സോളിനോയിഡിന് ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖയും. എന്നാ മറ്റൊരു ചോദ്യം, നേരെ ശ്രദ്ധിച്ചോ. ഇതാണ് സോളിനോയിഡ്. സോളിനോയിഡിന്റെ അഗ്രം, ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണുള്ളത്, എന്നാൽ ഇപ്പുറത്ത് ഇങ്ങനെയാണുള്ളത് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ കറന്റ് കടന്നു പോവുക? അല്ലേ? ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറന്റ് കടന്നു പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ കാന്തിക ബലരേഖയും എവിടുന്ന് എവിടേക്കായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. മനസ്സിലാക്കിക്കോളൂ.
ഇതാണ് സോളിനോയിഡിന് ചുറ്റിലുള്ള കാന്തിക ബലരേഖകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കറന്റ് ഏത് ദിശയിലേക്കാണോ പോകുന്നത് അതേ ദിശയിലൂടെ തന്നെ ആയിരിക്കും ആരുണ്ടാകുക മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുക. അപ്പോ ഇത് ഞാൻ ഇതേപോലെ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കാം. ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഒരു വൃത്തം കാണാം. ഈ വൃത്തത്തിലൂടെ കറന്റ് ഇങ്ങനെയാണ് കടന്നു വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിച്ചത് കറന്റ്. എന്നാൽ ഈ വൃത്തത്തിലൂടെ കറന്റ് ഇവിടുന്ന് അങ്ങോട്ടാ പോണത് അല്ലേ? കറന്റ് ഇവിടുന്ന് പോസിറ്റീവ് നിന്ന് അങ്ങോട്ട് നെഗറ്റീവിലേക്ക് ഇങ്ങനെയാണ് പോണത്. കറന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ ഇങ്ങനെ, ഇവിടുന്ന് പുറപ്പെട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് സൂചിപ്പിക്കാം ഇങ്ങനെ തിരിച്ച് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയല്ല, ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ള ചിത്രം ഇങ്ങനെയല്ല. നോക്കിയേക്കാം, പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് വരുന്നത്. പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്നുള്ള എങ്ങനെ സൂചിപ്പിക്കാം? ഇതാണ് പുറത്തുനിന്ന് ഉള്ളിലേക്ക്, ഇതിന്റെ ഉള്ളിലേക്ക്, ഇത് ഉള്ളിൽ നിന്ന് പുറത്തേക്കും. അപ്പോ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി കാന്തിക ബലരേഖകൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്ന് സൂചിപ്പിക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു വരയാണ് വരച്ചിട്ടുള്ളത്. അതേപോലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള സൂചിപ്പിക്കാൻ ഇങ്ങനെയും. എന്നിട്ട് അതിനിങ്ങനെ രേഖ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോളിനോയിഡിലൂടെ കറന്റ് കടന്നു വരുന്ന ചിത്രമാണ്. ഇറ്റ് മീൻസ് ഇങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം? കറന്റ് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി പോലെ, ക്ലോക്ക് വൈസ്. അഥവാ പ്രദക്ഷിണ ദിശ. എന്നാൽ ഈ സോളിനോയിഡിലൂടെ കറന്റ് ഇങ്ങനെയാണ്, തിരിച്ചാണ് പോകുന്നത്. ആണോ? ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി കണ്ടോ, ഇവിടുന്ന് വരുന്ന കറന്റ് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഏതാണ് ദിശ? ക്ലോക്കിലെ സൂചി ഇങ്ങനെയാണോ കറങ്ങുക? അല്ല, ക്ലോക്കിലെ സൂചി ഇങ്ങനെയാണ് കറങ്ങുക. ഇങ്ങനെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഇല്ല, ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിയുടെ നേർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്കതിന് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയാം, അഥവാ അപ്രദക്ഷിണ ദിശ. ഇതാണ് ഒരു സോളിനോയിഡിന്റെ കാന്തിക ബലരേഖകൾ എപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ചിത്രം. ഇതേപോലെ കാന്തിക ബലരേഖകളും ഇതിന്റെ ഉള്ളിൽ നിന്ന് സൂചിപ്പിക്കാം. നോക്കിയേക്കാം, ഇത് ഏരോ മാർക്ക് ഇങ്ങനെ ഇവിടെ ഒരു ചാപം വരച്ചു കൊടുക്കുക. കണ്ടോ, ഇവിടെ നമ്മൾ ഓരോ ചാപം വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു വൃത്തത്തിന്റെ ഒരു ചാപം വരച്ചു കൊടുക്കുന്നു, മുകളിൽ ഒരു ചാപം വരച്ചു കൊടുക്കുന്നു, താഴെയും ഒരു ചാപം വരച്ചു കൊടുക്കുന്നു. ഈ ചാപം എങ്ങനെയാണോ ഈ കറന്റ് കടന്നു പോകുന്നത് അതേ രൂപത്തിൽ ഇവിടെയും മാർക്ക് ചെയ്യുക. ആണോ? ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടല്ലേ കറണ്ട് വരുന്നത്, അപ്പൊ ഇവിടെയും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സോളിനോയിഡിലൂടെയുള്ള കറന്റിന്റെ ദിശ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ സംബന്ധിക്കുന്ന ചെറിയൊരു പിക്ചറായിട്ട് മാറും. ഇറ്റ് മീൻസ് ഇതിലൂടെ വരുന്നത് നോക്കിയേക്കാം, ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ കാന്തിക ബലരേഖ ഇവിടുന്ന് ഇങ്ങനെ പുറത്തോട്ടാണ് സഞ്ചരിക്കുന്നത്. കണ്ടോ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ടാണ്. ഇപ്പുറത്തുള്ള കാന്തിക ബലരേഖ ഇങ്ങനെ വന്ന് ഉള്ളിലേക്കാണ്, പുറത്തുനിന്ന് ഉള്ളിലേക്കാണ്. ഇത് നോക്കിയേക്കാം, ഈ കാന്തിക ബലരേഖ പുറത്തുനിന്ന് ഉള്ളിലേക്കാണ്. ഇത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു സോളിനോയിഡിന് ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ. ഇത് കറന്റിന്റെ ദിശ എങ്ങനെയോ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കണം ഏരോ മാർക്ക് നമ്മൾ കാന്തിക ബലരേഖകളുടെയും കൊടുക്കേണ്ടത്. ഉള്ളിലുള്ള കാന്തിക ബലരേഖകളുടെ ദിശയെ സൂചിപ്പിക്കുമ്പോൾ ഈ റൗണ്ട് സോളിനോയിഡിലൂടെയുള്ള കറന്റിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് സോളിനോയിഡിലൂടെയുള്ള കറന്റിന്റെ ദിശ. എന്നാ ഉള്ളിലൂടെയുള്ള ഈ വരയോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ, അഥവാ കാന്തിക ബലരേഖകളുടെ ദിശ. ഇതാണ് ഒരു സോളിനോയിഡിലൂടെയുള്ള കറന്റിനെ സൂചിപ്പിക്കുന്ന, കറന്റ് കടന്നു പോകുമ്പോൾ ഒരു സോളിനോയിഡിലൂടെയുള്ള കാന്തിക ബലരേഖകളുടെ ദിശ സൂചിപ്പിക്കുന്ന ചിത്രം. ഇത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പോസിറ്റീവിൽ നിന്ന് എപ്പോഴും കറന്റ് കടന്നു പോകുക നെഗറ്റീവിലേക്കാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ചിത്രങ്ങൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അഥവാ പ്രദക്ഷിണ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സോളിനോയിഡിനുള്ളിലുള്ള കാന്തിക ബലരേഖകൾ ഇങ്ങനെയായിരിക്കും. എന്നാൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ അഥവാ അപ്രദക്ഷിണ ദിശയിൽ കറന്റ് സഞ്ചരിക്കുമ്പോൾ ആ സോളിനോയിഡിന് ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയായിരിക്കും. ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നും കൂടെ വരച്ച് കാണിച്ചാൽ നേരെ ശ്രദ്ധിച്ചോ. ഇത് വരക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം ബാർ മാഗ്നറ്റ് എങ്ങനെയോ അതേപോലെ തന്നെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറന്റിനെ കടത്തിവിടുക. എന്നിട്ട് സോളിനോയിഡിന്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തായിരിക്കും? ഓരോ വൃത്തായിരിക്കും. ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറന്റ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കാന്തിക ബലരേഖയും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കൈ എങ്ങനെയാണ് പോകുന്നത്? സൂചിയിലെ ചലനം പോലെ തന്നെയാണ്. ഇറ്റ് മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ.
ഇനി ഇവിടെയും ഇങ്ങനെ ഒരു വരട്ട് കൊടുക്കുക, ഇവിടെയും ഇങ്ങനെ ഒരു വരട്ട് കൊടുക്കുക. ഈ ഏരോ മാർക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പൊ ഇവിടെ ഒരു വരട്ട് കൊടുക്കുക. ഈ ഏരോ മാർക്ക് ഇങ്ങോട്ട് വേണം, അപ്പൊ ഇവിടെ ഒരു വരട്ട് കൊടുക്കുക. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ദിശയിലുള്ള ഒരു സോളിനോയിഡിലൂടെയുള്ള കാന്തിക ബലരേഖകളായി. ഇനി ഇത് നോക്കൂ, കറന്റ് വരുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇങ്ങനെയാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ നമ്മളിവിടെ വരച്ച് കാണിച്ചു കൊടുക്കുന്നു. ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെയും ഒരു ചാപം വരച്ചു കൊടുക്കുന്നു, ഇവിടെയും ഒരു ചാപം വരച്ചു കൊടുക്കുന്നു. ഇവിടെ ഇങ്ങോട്ടാണ് ഏരോ മാർക്ക്, അപ്പൊ ഇവിടെ ഇങ്ങനെ ഏരോ മാർക്ക് കൊടുക്കുന്നു. ഇത് അങ്ങോട്ടാണ് ഏരോ മാർക്ക്, അപ്പൊ അവിടെ ഒരു ഏരോ മാർക്ക് കൊടുക്കുന്നു. രണ്ടും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ദിശയിലുള്ള സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശയും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. മക്കളെ ശ്രദ്ധിക്കുക, ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അതിന് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണിത്. ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറന്റ് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഇതേ രൂപത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. കറന്റ് സഞ്ചരിക്കുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതേ രൂപത്തിൽ നമ്മൾ കാണിക്കുന്നു. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും. നമുക്കറിയാം എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സഞ്ചരിക്കുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ആയതുകൊണ്ട് ഇവിടെ നോർത്ത് പോള് ഇവിടെ സൗത്ത് പോള് വരുന്നതായിരിക്കും. ഇനി മറ്റൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. മറ്റൊരു റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ബാറ്ററിയെ നേരെ നമുക്ക് തല തിരിച്ചു വെക്കാം. നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകളെ നേരെ തല തിരിച്ചു വെച്ചു. ഇവിടെ പോസിറ്റീവ് ടെർമിനലിന് പകരം ഇനി നെഗറ്റീവ് ടെർമിനലും ഇവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ടെർമിനലിന് പകരം പോസിറ്റീവ് ടെർമിനലും ആയാൽ കറന്റ് സഞ്ചരിക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും സഞ്ചരിക്കുന്ന ഡയറക്ഷന് മാറ്റം വരുന്നതായിരിക്കും. ഇതിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. കറന്റ് വരുന്നത് ഇവിടെ നിന്ന് ഇവിടേക്ക്. ഓക്കെ, റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും അറിയാം, ആൾവേസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ആൾവേസ് ട്രാവൽ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ എല്ലായ്പ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സഞ്ചരിക്കുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും. നോർത്ത് സൗത്ത്, ഈ ഭാഗം ഏതായിരിക്കും? സൗത്ത്, ഇവിടെ നോർത്ത്. റെപ്രസെന്റേഷൻ എല്ലാവർക്കും വ്യക്തമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ കറന്റ് കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും എന്നതാണ്. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട 2-3 എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പുട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. എസ്പെഷ്യലി ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് വീട്ടിലെ അമ്മമാര് പുട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി നൂൽപുട്ട് എന്നാണ് നമ്മൾ പറയാം. മറ്റു ഭാഗങ്ങളിൽ അതിനെ ഇടിയപ്പം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്? നൂൽപുട്ടിന്റെ അച്ചിങ്ങനെ വട്ടത്തിൽ കറക്കുന്ന സമയത്ത് നൂൽപുട്ട് ഇങ്ങനെ നീളത്തിൽ വീഴും. മക്കളെ, നിങ്ങൾ പൈപ്പ് തുറക്കുന്ന വിദ്യാർത്ഥികളാണ്. പൈപ്പ് നമ്മൾ എങ്ങനെ തുറക്കാറ്? വട്ടത്തിൽ തുറക്കുന്ന സമയത്ത് വെള്ളം വരുന്നത് നീളത്തിലായിരിക്കും. ഒന്നും വേണ്ട, നിങ്ങൾ വാഹനങ്ങളൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ ഉയർത്തുന്ന ജാക്കി കണ്ടിട്ടുണ്ടായിരിക്കും. ജാക്കി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ജാക്കി നമ്മൾ സ്ക്രൂഡ്രൈവർ വട്ടത്തിൽ ഇങ്ങനെ കറക്കുന്ന സമയത്ത് വാഹനം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരും. ഇതേ രൂപത്തിൽ തന്നെയാണ് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന കറന്റിന്റെയും ആ ചാലകത്തിന് ചുറ്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെയും ദിശ. ഒരു ചാലകത്തിലൂടെ കറന്റ് അങ്ങോട്ട് പോകണമെങ്കിൽ അതിന് ചുറ്റിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ചാലകമാണ് എന്ന് നിങ്ങൾ കരുതുക. ഈ ചാലകത്തിലൂടെ കറന്റ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. കറന്റ് സൂചിപ്പിക്കുന്നത് തള്ളവിരലാണ്. തള്ളവിരൽ കറന്റ് ഇവിടുന്ന് അങ്ങോട്ടാണ് കടന്നു പോകുന്നത് എങ്കിൽ ഇതിന് ചുറ്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ ബാക്കിയുള്ള 4 വിരലുകൾ നമുക്ക് കാണിച്ചു തരും.
കറന്റിനെ സൂചിപ്പിക്കുന്നത് തള്ളവിരലാണ് എങ്കിൽ ഇതിന് ചുറ്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ സൂചിപ്പിക്കുന്നത് മറ്റ് 4 വിരലുകളായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് തന്നെയാണ് നമ്മൾ വലംപിരി സ്ക്രൂ നിയമം അല്ലെങ്കിൽ വലതു കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ചാലകമാണ്. ഈ ചാലകത്തിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് കറന്റ് കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നിന്ന് ഇവിടേക്ക് കറന്റ് കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഇവിടേക്ക് കറന്റ് കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരലുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും കറങ്ങുക. എന്നാൽ ഇനി കറന്റ് കടന്നു പോകുന്നത് തിരിച്ചാണെങ്കിലോ, ഇവിടെ നിന്ന് അവിടേക്കാണെങ്കിലോ അത് നമുക്ക് ഈ വലത് കൈ ഉപയോഗിച്ച് കണക്കാക്കാം. എങ്ങനെ? കറന്റ് കടന്നു പോകുന്നത് അങ്ങോട്ടാണ് എങ്കിൽ ബാക്കിയുള്ള വിരലുകൾ സൂചിപ്പിക്കുന്ന എന്റെ നേരേക്ക്. അപ്പൊ എങ്ങനെ വരിക? ഇങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സഞ്ചരിക്കുക. അപ്പം ഒരു ചാലകത്തിലൂടെ കറന്റ് കടന്നു പോകുന്ന സമയത്ത് ആ ചാലകത്തിന് ചുറ്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് എന്നത് കാണിച്ചു തരുന്നതിനുള്ള നിയമമാണ് വലത് കൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമം. എന്താണ് വലംപിരി സ്ക്രൂ നിയമം പറയുന്നത്? തള്ളവിരൽ വൈദ്യുത വരുന്ന രീതിയിൽ ചാലകത്തെ വലത് കൈ കൊണ്ട് പിടിച്ചാൽ തള്ളവിരൽ വൈദ്യുതി പ്രവാഹ ദിശയിൽ വരുന്ന രീതിയിൽ, അതായത് തള്ളവിരൽ കറന്റിനെ സൂചിപ്പിക്കുന്ന ദിശയിൽ, ഇതാണ് ചാലകം എന്ന് വിചാരിക്കുക. ഈ ചാലകത്തിലൂടെയാണ് കറന്റ് കടന്നു പോകുന്നത്, അങ്ങോട്ടാണ് കറന്റ് കടന്നു പോകുന്നത്. അപ്പൊ കറന്റ് കടന്നു പോകുന്ന അതേ ദിശയിൽ ഞാൻ തള്ളവിരൽ വരത്തക്ക രീതിയിൽ വെച്ചാൽ ബാക്കി വിരലുകൾ, മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലായിരിക്കും. അഥവാ മറ്റു വിരലുകളാണ് കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർ ശ്രദ്ധിക്കുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാണ് നമ്മൾ ഇതിന് പറയുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അഥവാ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. വിത്ത് റൈറ്റ് ഹാൻഡ്, നിങ്ങളുടെ വലത്തെ കയ്യിൽ. ഇൻ എ സച്ച് എ വേ ദാറ്റ് തമ്പ് പോയിന്റ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇതിന്റെ ഈ തള്ളവിരൽ എന്നത് കറന്റ് കടന്നു പോകുന്ന ദിശയെ സൂചിപ്പിച്ചാൽ എന്താണ് പറയുന്നത്? ഓൾ ദി അതർ എൻസർക്കിൾഡ് ഫിംഗേഴ്സ് റെപ്രസെന്റ് മാഗ്നറ്റിക് ഫീൽഡ്. മറ്റതിന് ചുറ്റിൽ വരുന്ന മറ്റു വിരലുകളെല്ലാം ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കുക, ഇതൊരു കാർഡ് ബോർഡാണ്. ഇതൊരു കാർഡ് ബോർഡാണ് എന്ന് വിചാരിക്കുക. കാർഡ് ബോർഡിലൂടെ ഞാനിതാ ഒരു സർക്യൂട്ട് വരയ്ക്കുന്നുണ്ട്. സർക്യൂട്ടിന്റെ താഴ്ഭാഗമാണിത്. ഇവിടെ തുളയിട്ടിട്ടാണ് സർക്യൂട്ട് വരച്ചിട്ടുള്ളത്. സർക്യൂട്ടിന്റെ താഴ്ഭാഗത്ത് ഞാനിതാ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറന്റ് കടന്നു പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതിൽ കാന്തിക ബലരേഖകളുടെ ദിശ എങ്ങോട്ടായിരിക്കും? ഇതാ വിചാരിക്കുക, അതാണ് മുകളിലേക്ക് ഉള്ള സൂചിപ്പിക്കുന്ന കാര്യം. ഈ വയർ ഇതിൽ മുകളിലേക്കാണ് കറന്റ് കടന്നു പോകുന്നത് എങ്കിൽ ഇതിന് ഞാൻ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരലുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റിലുണ്ടാകുന്ന കാന്തിക ബലരേഖകൾ എന്നത് ഈ ദിശയിലായിരിക്കും. എന്നാൽ ഇപ്പുറത്ത് കറന്റ് കടന്നു പോകുന്നത് താഴോട്ടാണ്. അപ്പൊ നമുക്കതിനെ തള്ളവിരൽ താഴോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി വിരലുകൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും, അങ്ങോട്ട്. ഇവിടെ വരുന്നത് ക്ലോക്ക് വൈസ് ദിശയാണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ഇവിടെ അപ്രദക്ഷിണ ദിശയിലായിരിക്കും കാന്തിക ബലരേഖകളുടെ സഞ്ചാര ദിശ. ഇത് നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ നിത്യജീവിതത്തിൽ പറയുന്ന ഒരുപാട് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ജാക്കി ഉപയോഗിക്കുന്ന കാര്യം. ജാക്കി നമ്മൾ വട്ടത്തിലാണ് കറക്കുന്നത് എങ്കിൽ ജാക്കി കറക്കുന്ന ഡയറക്ഷൻ എന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഉയരുന്ന ആ ഡയറക്ഷനാണ് കറന്റ് ഡയറക്ഷൻ. നമ്മൾ ടാപ്പ് തുറക്കാറുണ്ട്. ടാപ്പ് തുറക്കുന്ന സമയത്ത് വട്ടത്തിലാണ് തുറക്കുന്നത്. ടാപ്പ് തുറക്കുന്ന ആ വട്ടം എന്ന് പറയുന്നത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ വെള്ളം വീഴുന്ന ഡയറക്ഷൻ എന്നുള്ളത് കറന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇങ്ങനെ ഡെയിലി ലൈഫിലുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിളുമായി നിങ്ങൾ ഇതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ പേരിൽ തന്നെയുണ്ട്, എന്താണ്? വലത് കൈ പെരുവിരൽ നിയമം. വലത് കൈ അഥവാ വലത് കൈയിലെ തള്ളവിരൽ എന്നത് കറന്റിന്റെ ദിശയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ബാക്കി അതിന് ചുറ്റിയിട്ടുള്ള ബാക്കി 4 വിരലുകൾ എന്നത് കാന്തിക മണ്ഡലം എങ്ങനെയായിരിക്കും അതിന് ചുറ്റിലും ഉണ്ടാവുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഒന്നും കൂടെ കൃത്യമായി റെപ്രസെന്റ് ചെയ്യുകയാണ് എങ്കിൽ ഇതാണ് നമ്മുടെ ചാലകം എന്ന് വിചാരിക്കുക. ചാലകത്തിലൂടെ കറന്റ് അങ്ങോട്ടേക്കാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ടേക്ക് കറന്റ് കടന്നു വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ചാലകത്തിലൂടെ കറന്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? ഇതിനെ ചുറ്റിയിട്ട് ഇങ്ങനെയായിരിക്കും കാന്തിക മണ്ഡലം ഉണ്ടാകുക. മനസ്സിലായി കാണുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കാന്തിക മണ്ഡല ദിശ ഇങ്ങനെയായിരിക്കും. ഇനി കറന്റ് പോകുന്നത് അങ്ങോട്ടാണ് എന്ന് കരുതുക. കറന്റ് കടന്നു പോകുന്നത് അങ്ങോട്ടാണ് എങ്കിൽ ശ്രദ്ധിച്ചോളൂ,
കറണ്ട് കടന്നു പോകുന്നത് ഇങ്ങോട്ടാണ് എങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്ന രൂപത്തിൽ. അതെങ്ങനെയായിരിക്കും അതുണ്ടാവുക? ഉള്ളിലേക്ക് വരുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ, ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ. കറണ്ട് എന്ന് പറഞ്ഞാൽ I, ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക ബലരേഖകളുടെ ദിശയും ആയിരിക്കും. എല്ലാവർക്കും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൃത്യമായി നിങ്ങൾ നോട്ടാക്കി വെക്കുക. ക്ലാസ്സുകൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.